Hi friends, welcome to my channel. Today we are going to make ചക്ക എരിശ്ശേരി. ചക്ക എരിശ്ശേരിയാണ് ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത്. ചക്ക എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് ചക്ക ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ ചക്കക്കുരുവും കൂടെ നമുക്ക് ഈ ചക്ക എരിശ്ശേരിയിലിടാം. ടേസ്റ്റ് കൂടും. ചക്ക എരിശ്ശേരി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ ചക്ക ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 5-6 ചക്കക്കുരുവും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അത് ചക്ക എരിശ്ശേരിക്ക് രുചി കൂടുന്നതിന് വേണ്ടിയിട്ടാണ്. ചെറിയ ഉള്ളി ഒരു 5 എണ്ണം എടുത്ത് ഇതേപോലെ അരിഞ്ഞത്, മഞ്ഞപ്പൊടി, അരമുറി തേങ്ങ ചിരണ്ടിയത്, കറിവേപ്പില, 5 വറ്റൽമുളക്, പച്ചമുളക്, കടുക്, 1/2 സ്പൂൺ അളവിൽ ജീരകം, കുരുമുളകും വെളുത്തുള്ളിയും, വെളിച്ചെണ്ണ, ഉപ്പ് പാകത്തിന്. ചക്ക എരിശ്ശേരി വെക്കുന്നതിന് നമുക്ക് കുക്കർ അടുപ്പത്തോട്ട് വയ്ക്കാം. ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. സാധാരണയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് വെക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ചക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ട് സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചക്ക നമുക്ക് അടച്ചു വെച്ച് 2 വിസിൽ കേൾക്കത്തക്ക രീതിയിൽ വേവിച്ചെടുക്കാം. ചക്ക കുക്കറിൽ വേവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നതിനുള്ള അരപ്പ് ഉണ്ടാക്കിയെടുക്കാം. അരപ്പുണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ജീരകം, 2 പച്ചമുളക്, കുരുമുളകും വെളുത്തുള്ളിയും, 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സിയുടെ ജാറിൽ ഭംഗിയായി അരച്ചെടുക്കാം. ഇതുപോലെ കട്ടിയായിട്ട് അരച്ചെടുക്കുക. താളിക്കുന്നതിന് വേണ്ടിയിട്ട് പാന് ചൂടായതിനു ശേഷം 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം. അതിലേക്ക് ചെറിയ ഉള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തതായി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുമ്പോൾ കറിവേപ്പില ഒന്ന് ഇതുപോലെ ഞെരടിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയുടെ മണം കറിയിലേക്ക് വരുന്നതിനാണ്. അതിനുശേഷം എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം. അടുത്തതായി ഒരു 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് അതും കൂടെ ഇതിനകത്തിട്ട് നമുക്ക് നന്നായി വരട്ടിയെടുക്കാം. ഇതുപോലെ കറിക്ക് തേങ്ങയും കൂടെ ഇട്ട് താളിച്ചൊഴിച്ച് കറിയിലേക്ക് ഒഴിക്കുമ്പോൾ കറിക്ക് നല്ല മണവും സ്വാദും കൂടും. എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താളിക്കുന്നതിൽ തേങ്ങയും ഉള്ളിയും ഇതേപോലെ ബ്രൗൺ കളർ ആകുന്നത് വരെ വരട്ടിയെടുക്കുക. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ചക്ക വെന്തോ എന്ന് നമുക്ക് തുറന്നു നോക്കാം. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ചക്ക ഇതുപോലെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഉടച്ച് എടുക്കാം. ചക്കയിൽ വെള്ളം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അരപ്പും കൂടെ ചേർക്കുമ്പോൾ അത് കറക്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ചക്ക ഇതുപോലെ നന്നായി അരപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചക്ക എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ കട്ടിയാകാതെ ഇതുപോലെ ഇച്ചിരി ലൂസായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് താളിച്ച് വെച്ചിരിക്കുന്ന
തേങ്ങയും ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കണം. സ്വാദിഷ്ടമായ ചക്ക എരിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.